പശുക്കൾക്കുണ്ടാകാറുള്ള പാലുൽപാദനക്കുറവും ആരോഗ്യ പ്രശ്നവും കർഷകർ നേരിടേണ്ടി വരുന്ന സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ മിൽക്ക് ബീറ്റ ഏറ്റവും മികച്ചൊരു പരിഹാര മാർഗമാണ്. കാൽസ്യവും മിനറൽസും വൈറ്റമിൻസിനും പുറമെ വ്യത്യസ്തങ്ങളായ അനേകം ചേരുവകൾ മിൽക്ക് ബീറ്റയിൽ അടങ്ങിയിട്ടുണ്ട്. മിൽക്ക് ബീറ്റ 2 കിലോയ്ക്ക് 360 രൂപ, 5 കിലോയ്ക്ക് 890 രൂപ, 20 കിലോയ്ക്ക് 2980 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നല്ലത് മാത്രം നൽകുന്നവയ്ക്ക് ഏറ്റവും നല്ലത് നൽകൂ. മിൽക്ക് ബീറ്റ. വൈശാഖ് യജ്ഞശാലയിൽ വാരാഹി നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വിളിച്ചാൽ വിളിപ്പുറത്തുള്ളതും അതേസമയം എല്ലാ വിജയങ്ങളിലേക്ക് നയിക്കുന്നതുമായ ശക്തി ദേവതയാണ് ശ്രീ വരാഹി ദേവി. ഭൗതികവും ആധ്യാത്മികവുമായ ഉന്നതിക്കായി വരാഹി നവരാത്രി വ്രതമനുഷ്ഠിക്കുന്നത് വിശേഷമാണ്. വൈശാഖ് യജ്ഞശാലയിൽ വെച്ച് നടന്ന വാരാഹി നവരാത്രി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വൈശാഖ് വാസ്തു ആസ്ട്രോ മിഷൻ ഡയറക്ടർ ജയകൃഷ്ണൻ വൈശാഖ് അഭിപ്രായപ്പെട്ടു. ആഷാഢ മാസത്തിൽ പ്രഥമ മുതൽ നവമി വരെ നടക്കുന്ന വാരാഹി നവരാത്രി അഥവാ ഗുപ്ത നവരാത്രി ആധ്യാത്മിക സാധകന്മാരെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള കാലമാണ്. ചോള രാജാക്കന്മാർ വരാഹി ദേവിയെ പൂജിച്ച് ലോകമെമ്പാടും കീഴ്പ്പെടുത്തുകയും വ്യാപാര വിജയം നേടുകയും ചെയ്തു. ജൂലൈ മാസം 23-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന വൈശാഖ യജ്ഞശാലയിലെ നവരാത്രി ആഘോഷങ്ങളിൽ ഹോമം, പൂജ, ഗുരുതി, നാമജപം, പ്രഭാഷണം എന്നിവ നടക്കും. ഉദ്ഘാടന പരിപാടിയിൽ വൈശാഖ് വാസ്തു ആസ്ട്രോ മിഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ KV സുനിൽകുമാർ, യജ്ഞശാല മാനേജർ പെരുവാരം മോഹൻ സ്വാമി, സീതാ കേശവം, ജോത്സ്യൻ സുരേഷ് മനക്കപ്പടി, അളംതുരുത്ത് ആദർശ്, കുന്നത്തേരി രാകേഷ് മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജൂലൈ 19-ാം തീയതി ഞായറാഴ്ച വാരാഹി പഞ്ചമി വലിയ പ്രാധാന്യത്തോടുകൂടി കൊണ്ടാടും. നമുക്ക് കാണാൻ സാധിക്കും. വ്യാപാര രംഗത്ത്, വ്യവസായ രംഗത്ത്, അതുപോലെ തന്നെ ഈ കാര്യങ്ങളിലെല്ലാം ധനസമൃദ്ധിയിലേക്ക് ഏറ്റവും മുന്നിൽ വരുന്നു. അതുപോലെ തന്നെ ഭൂമിയുടെ വിസ്തീർണം കൊണ്ടും ഏറ്റവും പ്രബലമായിട്ടുള്ള സാമ്രാജ്യമായിരുന്നു രാജരാജ ചോളൻ, രാജേന്ദ്ര ചോളൻ, ചോളവംശമൊക്കെ അത്തരത്തിലുണ്ടായതായിട്ട് നമുക്ക് ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് കാണാം. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അതികഠിനമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോകുന്ന സമയം ഒരു വ്യക്തിക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു പോകും. സാമ്പത്തിക പ്രതിസന്ധി, രോഗാവസ്ഥ, അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സന്തതികളുടെ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പ്രതിസന്ധികൾ, മറ്റാരും സഹായിക്കാനില്ലാത്ത അതികഠോരമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയത്ത് വാരാഹി ദേവി അവരെ ഏറ്റവും സ്നേഹത്തോടു കൂടി കൂടെ നിർത്തിക്കൊണ്ട് പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടി കരുത്ത് നൽകും. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ദൈവം എന്ന് വാരാഹി ദേവിയെ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള വാരാഹി ദേവിയുടെ നവരാത്രിയാണ് ആഘോഷിക്കപ്പെടുന്നത്. ആ വാരാഹി ദേവിയെ ആചരിച്ച കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും പ്രതിസന്ധികളും വിശേഷമായിട്ടുള്ള പ്രതിസന്ധികളും ഒക്കെ അതിജീവിക്കാൻ സാധിക്കുമെന്നും പ്രത്യേകിച്ച് പലതരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നുള്ളതും പുറത്തു നിന്നുള്ളതുമായിട്ടുള്ള ശത്രുക്കളുടെ, രിപുക്കളുടെ അതിനെ അതിജീവിച്ച് നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നൊക്കെ തന്നെ നമ്മുടെ പുണ്യപുരാണ പുസ്തക സമൂഹം ഉണ്ട്. അതുപോലെ തന്നെ നമുക്കും വരാഹി ദേവിയുടെ അനുഗ്രഹം കിട്ടുന്ന സമയത്ത് എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇന്ന് ആ വരാഹി ദേവിയുടെ നവരാത്രിയുടെ ആരംഭം കുറിക്കുകയാണ് ഇവിടെ. ഇതോടനുബന്ധിച്ച് വരാഹി ദേവിയുടെ വിശേഷമായിട്ടുള്ള പൂജകൾ ഇവിടെയുണ്ട്, ഹോമങ്ങളുണ്ട്. അതിനുശേഷം ഗുരുതി പൂജകൾ നടക്കും. ഇന്നങ്ങളിലൂടെ എല്ലാം തന്നെ നമുക്ക് ശ്രേഷ്ഠമായിട്ടുള്ള കൈവല്യം, അതുപോലെ തന്നെ ശ്രേഷ്ഠമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ, ജീവിത സുഖങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ മുരുകനും ശ്രീ വരാഹി ദേവിയും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.